ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് എല്ലാവരും ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമൊക്കെ കഴിഞ്ഞിട്ടങ്ങനെ ഇരിക്കുകയാണ്. ആൻസർ കീയൊക്കെ വെയിറ്റ് ചെയ്തങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഓക്കെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്തേ. ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൽ നിങ്ങളത് പോൾ ചെയ്യുക. നിങ്ങൾക്ക് എക്സാം ഈസി ആയിരുന്നോ ടഫായിരുന്നോ അതോ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നോ, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ആൻസർ അറിയാനുള്ളൊരു തിടുക്കത്തിലാണല്ലോ. സോ നമുക്ക് പെട്ടെന്ന് ആൻസർ പറഞ്ഞ് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സർവേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സർവേ യൂസ്ഡ് ഫോർ അൺഎർത്തിങ് റിലീസ് ഓഫ് ആൻറ്റിക്വിറ്റി. ആൻറ്റിക്വിറ്റി ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ആർക്കിയോളജിക്കൽ സർവേ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ് എബൌട്ട് ദ ചെയിൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഡീപ്പായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട തരത്തിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നത് ഈ ഇൻകറക്റ്റും കറക്റ്റും. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കി ഒന്ന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഓക്കെ, അങ്ങനത്തെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് കറക്റ്റ് എബൌട്ട് ദ ചെയിൻ. കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസ് മാത്രമാണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം, പിൻവാർ പേപ്പർ യൂസ്ഡ് മെയിൻലി ഫോർ ലീനിയർ മെഷർമെൻറ്റ് ഓഫ് എ വെരി ഹൈ ഡിഗ്രി ഓഫ് പ്രസിഷൻ ഡ്യൂ ടു ഇറ്റ്സ് ക്വാളിറ്റി ഓഫ്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്കിവിടെ കുറച്ച് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ PSC ആൻസർ കീയൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം, ദ മാഗ്നറ്റിക് നീഡിൽ ഈസ് ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ് എന്നാണ്. ആൻസർ ഏതാണ്? ബ്രോഡ് നീഡിലാണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ അഞ്ചാമത്തെ ചോദ്യം, ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലയൺ ഈസ് 38 ഡിഗ്രി 24 മിനിറ്റ്. കാൽക്കുലേറ്റ് ദ ട്രൂ ബിയറിംഗ് ഇഫ് ദ മാഗ്നറ്റിക് ഡീക്ലിനേഷൻ ഈസ് 5 ഡിഗ്രി 10 മിനിറ്റ് ഈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ എന്താ ആഡ് ചെയ്താൽ മതി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 43 ഡിഗ്രി 34 മിനിറ്റ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ആഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഓക്കെ, ആറാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ ഇറർ ഇൻ കോമ്പസ് സർവേയിങ്. അതും ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ ഡി ആണല്ലോ. ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദി എബോവ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ദ WCB ഓഫ് ലയൺ OA ഈസ് 107 ഡിഗ്രി 12 മിനിറ്റ്. ലയൺ OB ഈസ് 271 ഡിഗ്രി 42 മിനിറ്റ്. കാൽക്കുലേറ്റ് ദ ആംഗിൾ AOB. ഓക്കെ, അത് നിങ്ങൾക്ക് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം, കൺവേർട്ട് 32 knots ഡിഗ്രി 45 മിനിറ്റ് 12 സെക്കൻഡ് ഇൻറ്റു റെഡ്യൂസ്ഡ് ബിയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെയും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒൻപതാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് എബൌട്ട് HI മെത്തേഡ് ഓഫ് ലെവലിംഗ്. ഓക്കെ, ഏതാണ് വരിക? അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 and 3 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ പത്താമത്തെ ചോദ്യം, വർക്കിംഗ് എഡ്ജ് ഓഫ് ആൻ അലിഡൈഡ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് കോൾഡ്. ഏതാണ് വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത്? ഫിഡ്യൂഷ്യൽ എഡ്ജ് ആണല്ലേ. ഫിഡ്യൂഷ്യൽ എഡ്ജ് ആണ്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുറേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, എന്നാൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഡീപ്പായിട്ട് വായിച്ചെടുക്കേണ്ട ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യം, ഇഫ് ദ ലോവർ ക്ലാമ്പ് സ്ക്രൂ ഈസ് ടൈറ്റൻഡ് ആൻഡ് ദ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ഈസ് ലൂസൻഡ് ദെൻ ദ തിയോഡലൈറ്റ് മേ റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ്. അതാണ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം, ദ ടാക്കിയോമെട്രിക് സിസ്റ്റം ദാറ്റ് യൂട്ടിലൈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points ബൈ സൈറ്റിംഗ് എ ടാർഗറ്റ് വിത്ത് 2 ഫിക്സഡ് പോയിന്റ് ഇൻ ദ ടെലിസ്കോപ്പീസ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് സ്റ്റേഡിയ സിസ്റ്റമാണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം, ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് ഇൻ സ്റ്റേഡിയ ടാക്കിയോമെട്രി ഈസ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 14ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോവിങ് ടെസ്റ്റ് ഫോർ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ തിയോഡലൈറ്റ്. ഏതാണ് വരിക? നമുക്ക് ആ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 15ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ബൗളിഷ് റൂൾ ഇഫ് L ഈസ് ദ ലെങ്ത് ഓഫ് ദ ലയൺ ദ ഇറർ ഇൻ ആംഗുലർ മെഷർമെൻറ്റ് ഈസ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലോ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √L ആണ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്.
ദെൻ 16ാമത്തെ ചോദ്യം, ഞാൻ ഈ സ്പീഡിൽ പോകുന്നത് നമുക്കിപ്പോൾ നിങ്ങളെല്ലാവരും ആൻസർ വേണ്ടി കാത്തിരിക്കുകയല്ലേ, അപ്പോൾ നമുക്കൊരു ഡിസ്കഷൻ എന്ന രീതിയിലോട്ട് കുറച്ച് കൂടുതൽ ഡിസ്കഷനിലോട്ട് പോകുന്നില്ല, നമുക്ക് പെട്ടെന്ന് ആൻസർ പറഞ്ഞ് പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽ ഒരു ഡിസ്കഷൻ, അതായത് എല്ലാ ഓപ്ഷൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ടോട്ടൽ സ്റ്റേഷൻ. ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 and 3 ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 17ാമത്തെ ചോദ്യം, ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ലോങ് കോഡ് ടു ടാൻജൻറ്റ് ലെങ്ത് ഓഫ് എ സിമ്പിൾ സർക്കുലർ കർവ് ഓഫ് റേഡിയസ് ആർ ആൻഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണല്ലേ, നമുക്ക് ആ ഒരു ഇക്വേഷനിൽ ഡയറക്റ്റ് കിട്ടുന്നതാണ്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 18ാമത്തെ ചോദ്യം, വെർട്ടിക്കൽ കർവ് ഹാസ് ആൻ അപ്ഗ്രേഡ് ഓഫ് 1.4% followed by a downgrade of 1%. The rate of change of grade is 0.12% per chain of 20 meter. The length of vertical curve ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി 400 മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 19ാമത്തെ ചോദ്യം, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇൻവോൾവിങ് GPS. ഏതാണ് വരിക? ട്രയൽ അട്രാക്ഷൻ ആണല്ലേ, ട്രയൽ അട്രാക്ഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇത് കാണുന്നവർ ഇപ്പം നമ്മൾ ഈ ആൻസർ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കറക്ഷൻ എന്ന് പറഞ്ഞ് ഇട്ടിരിക്കും. അപ്പോൾ ഇത് കാണുന്നവർ അതോടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അഥവാ പറ്റിപ്പോയാൽ കറക്ഷനിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കറക്ഷൻ എന്ന് പറഞ്ഞ് ഇട്ടിരിക്കും, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇടാത്ത പക്ഷം ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ 20ാമത്തെ ചോദ്യം, ഇൻ ക്ലോസ്ഡ് ട്രാവേഴ്സ് ദ സം ഓഫ് സൗത്ത് ലാറ്റിറ്റ്യൂഡ് എക്സീഡ് ദ സം ഓഫ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ദ സം ഓഫ് ഈസ്റ്റ് ഡിപ്പാർച്ചർ എക്സീഡ് ദ സം ഓഫ് വെസ്റ്റ് ഡിപ്പാർച്ചർ. ദ ക്ലോസിംഗ് ലൈൻ വിൽ ലൈ ഇൻ ദ ഏത് ക്വാർട്ടറിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതും ഒരു കൺഫ്യൂസിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം, എന്നാൽ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ ബി പിക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ബി അവിടെ കുറച്ചൊന്ന് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 21ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ബിൽഡിംഗ് സ്റ്റോൺ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, അവിടെ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് കുറച്ച് ഒന്ന് നേരെ തന്നെ വായിച്ച് നോക്കണം. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. സ്റ്റോൺസ് വിത്ത് ഹൈ വാട്ടർ അബ്സോർപ്ഷൻ പൊസസ് സുപ്പീരിയർ ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ 22, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സിലിക്ക ഇൻ ബ്രിക്ക് എർത്ത് ഈസ് ഇൻകറക്റ്റ്. അവിടെയും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏത് വരിക? അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്. സിലിക്ക ഇൻക്രീസ് പ്ലാസ്റ്റിസിറ്റി സിഗ്നിഫിക്കൻ്റ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 23ാമത്തെ ചോദ്യം, ലോ ഹീറ്റ് സിമെൻറ്റ് ഈസ് മെയിൻലി യൂസ്ഡ്. എന്തിനാണ്? നമ്മൾ മാസ് കോൺക്രീറ്റ് സ്ട്രക്ചർ. ഓപ്ഷൻ ബി ആണ്. മാസ് കോൺക്രീറ്റ് സ്ട്രക്ചർ ലൈക്ക് ഡാംസിനാണ് ലോ ഹീറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 24ാമത്തെ ചോദ്യം, സ്റ്റോൺ വെയർ പൈപ്സ് ആർ കോമൺലി യൂസ്ഡ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡ്രെയിനേജ് ആൻഡ് സിവർ ലൈൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ദെൻ 25ാമത്തെ ചോദ്യം, പിറ്റ് സാൻഡ് ഈസ് യൂഷ്വലി. പിറ്റ് സാൻഡ് നമ്മൾ എന്തിനാണ് പിറ്റ് സാൻഡ് എങ്ങനെയായിരിക്കും? അത് ഷാർപ്പ് ആൻഡ് ആംഗുലർ ആയിരിക്കും അല്ലേ. ഷാർപ്പ് ആൻഡ് ആംഗുലർ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. ദെൻ 26ാമത്തെ ചോദ്യം, കോമൺലി യൂസ്ഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഏതാണ്? നമ്മൾ 20 mm ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കോമൺ ഈ സിമെൻറ്റ് മോട്ടർ പ്രപ്പോർഷൻ നമ്മൾ ബ്രിക്ക് മേസണറിക്ക് യൂസ് ചെയ്യുന്നത് ഏതാണ്? 1:6 ആണല്ലോ. 1:6 ആണ്. ഓപ്ഷൻ സി ആണ്. ദെൻ 28ാമത്തെ ചോദ്യം, ലോവർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ജനറലി ഗീവ്സ്. ഏതാണ് അവിടെ ആൻസർ? ലോവർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഹൈ സ്ട്രെങ്ത് ആണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 29ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പ്ലാസ്റ്റിസൈസർ ഈസ് ഇൻകറക്റ്റ്. അവിടെയും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. അവിടെ ഏതാണ് ആൻസർ വരുന്നത്? സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് പെർമിയബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ആണല്ലോ. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 30ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് അനിസ്ട്രോപിക് ബിഹേവിയർ ഓഫ് ടിംബർ ഈസ് ഇൻകറക്റ്റ്. അവിടെയും ഇൻകറക്റ്റ് ആണ്. അവിടെ ഏതാ വരിക? ഓപ്ഷൻ ബി ആണല്ലോ. ഓപ്ഷൻ ബി ആണ്. ശ്രിങ്കേജ് എലോങ് ഗ്രെയിൻസ് ഈസ് ഗ്രേറ്റർ ദാൻ അക്രോസ് ഗ്രെയിൻ. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ 31ാമത്തെ ചോദ്യം, എ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് എക്രോസ് ദ വാൾ ഈസ് കൾഡ്. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചിലർക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരാമല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു വേർഡ്സ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരാം. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഹെഡർ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്കത്
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 32ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ വായിച്ചിട്ടാണ് നിങ്ങളത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, 32ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വാൾ. ഓക്കെ, അവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണല്ലേ, സ്ട്രക്ചറാണ് അവിടെ ആൻസറായിട്ട് വരിക. ദെൻ 33ാമത്തെ ചോദ്യം, സ്റ്റെപ്പിംഗ് ഓഫ് ദ അൺഫിനിഷ്ഡ് എൻഡ് ഓഫ് ദ മേസൺറി വാൾ ഈസ് ടേംഡ് ഏതാണ്? റാക്കിംഗ് ബാക്കാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. ഓക്കെ, ദെൻ 34ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് യൂസ്ഡ് ഫോർ വാൾസ് കർവ്ഡ് ഓൺ പ്ലാൻ ഫോർ ബെറ്റർ അലൈൻമെൻറ്റ്? ഏതാണ് അവിടെ ആൻസർ വരിക? ഹെഡർ ബോണ്ടാണല്ലേ. ഹെഡർ ബോണ്ടാണ് നമ്മൾ കർവ് ഷേപ്പിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ളത് ഹെഡർ ബോണ്ടാണ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ. ദെൻ 35ാമത്തെ ചോദ്യം, സെലക്റ്റഡ് ലോങ് സ്റ്റോൺസ് യൂസ്ഡ് ടു ഹോൾഡ് എ സ്റ്റോൺ മേസൺറി വാൾ ടുഗദർ ട്രാൻസ്വേഴ്സ്ലി ഈസ് ടേംഡ് ആസ്. ഏതാണ് അവിടെ ആൻസർ? ഓപ്ഷൻ എ ആണ്, ബോണ്ട് സ്റ്റോൺ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 36ാമത്തെ ചോദ്യം, സ്റ്റോൺ മേസൺറി യൂസിങ് ഡ്രസ്ഡ് സ്ക്വയർ സ്റ്റോൺ ബ്ലോക്ക് ടു ഗിവ് ഡയമെൻഷൻ ആൻഡ് ലെയ്ഡ് ഇൻ കോഴ്സസ് ഈസ് കാൾഡ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ലഷ്ലർ മേസൺറി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 37ാമത്തെ ചോദ്യം നോക്കാം. കോൺക്രീറ്റ് ഇൻ വിച്ച് പെർമനൻറ്റ് ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ആർ ഡെലിബറേറ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് യൂഷ്വലി ബൈ ടെൻഷൻഡ് സ്റ്റീൽ ടു കൗണ്ടറാക്ട് ടു ദ ഡിസൈഡ് ഡിഗ്രി ദ സ്ട്രെസ്സസ് കേസ്ഡ് ഇൻ ദ മെമ്പർ ഇൻ സർവീസ്. ഏതാണ് അവിടെ ആൻസർ വരിക? ആൻസർ വരുന്നത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണല്ലോ. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 38, അക്കോർഡിംഗ് ടു KMBR എനി ബിൽഡിംഗ് ഹാവിംഗ് മോർ ദാൻ 4 ഫ്ലോർ ഇൻക്ലൂഡിംഗ് ബേസ്മെൻറ്റ് ഓർ സങ്കൺ ഫ്ലോർ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, 2 ആണ് അവിടുത്തെ ആൻസർ. ദെൻ 39ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു KMBR റാമ്പ് ഇഫ് പ്രൊവൈഡഡ് അസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സ്റ്റെയർവേ ഷാൾ ബി ലെയ്ഡ് വിത്ത് എ സ്ലോപ്പ് നോട്ട് എക്സീഡിങ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണല്ലോ, 1 in 10 ആണ്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ. ദെൻ 40ാമത്തെ ചോദ്യം, ബീം മെമ്പേഴ്സ് ഓഫ് എ റൂഫ് ട്രസ് കെയിലിംഗ് റൂഫ് ഷീറ്റിംഗ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ട്രസ്സസ് ഈസ് ടേംഡ് അസ്. ഏതാണ്? അതും ചിലർക്ക് ഒരു കൺഫ്യൂസിങ് വരാം. ആൻസർ വരുന്നത് പർലിനാണല്ലോ. ഓപ്ഷൻ ഡി പർലിനാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 41ാമത്തെ ചോദ്യം, ഇൻ എ സ്ട്രക്ചർ ദ പോയിന്റ് വെയർ ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ ഈസ് കാൾഡ്. ഏതാണ് വരിക? അവിടുത്തെ ആൻസർ ഏതാണ്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ആണല്ലേ. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 42ാമത്തെ ചോദ്യം, ഇൻ സിമ്പിൾ ബെൻഡിങ് തിയറി യങ്സ് മോഡുലസ് ഈസ് അസ്യൂംഡ്. ഏതാണ് ആൻസർ വരിക? സെയിം ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 43ാമത്തെ ചോദ്യം, ഇഫ് എ ഫോഴ്സ് ഈസ് ഷിഫ്റ്റഡ് എലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ ദ മൊമെൻറ്റ് എബൌട്ട് എനി പോയിന്റ്. ഏതാണ്? റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44ാമത്തെ ചോദ്യം, സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കിൾ ഫ്രം ബേസ് ഈസ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 4r/3π ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ in the theory of pure torsion it is assumed that. ഏതാണ് അവിടെ ആൻസർ വരിക? പ്ലെയിൻ സെക്ഷൻ റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ട്വിസ്റ്റിംഗ്. ഓക്കെ, അതാണ് ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 46ാമത്തെ ചോദ്യം, ഇഫ് ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് 800 MPa ആൻഡ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് 4, ദ വർക്കിംഗ് സ്ട്രെസ്. അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ്, 200 MPa 200 MPa ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 47ാമത്തെ ചോദ്യം, ദ ഏരിയ അണ്ടർ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് റെപ്രസെൻറ്റ്. ഏതാണ് ആൻസർ വരിക? ടഫ്നെസ് ആണ്. ടഫ്നെസ് ആണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. ഫോർ എ കാൻഡിലിവർ ബീം ഓഫ് ലെങ്ത് L ക്യാരിയിങ് UDL ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈസ്. ഏതാണ് ആൻസർ വരിക? WL²/2. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. ദെൻ 49ാമത്തെ ചോദ്യം, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ബീം ഇൻക്രീസ് വെൻ. ഏതാണ് ആൻസർ വരിക? സെക്ഷൻ മോഡുലസ് ഇൻക്രീസ് ആണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 50ാമത്തെ ചോദ്യം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പ്രൊഡ്യൂസസ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്, ലീനിയർ വേരിയേഷൻ ഇൻ ഷിയർ ഫോഴ്സ് ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 51ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ റിഗാർഡിംഗ് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ഫോർ എ ബിൽഡിംഗ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ചു നോക്കുക. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 3 ആണ്. ഓക്കെ, ബോത്ത് 1 and 3 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിൽ ഇവിടെ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. ഓക്കെ, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് പിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ബോത്ത് 1 and 3 ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 52ാമത്തെ ചോദ്യം, ദ കാർപ്പറ്റ് ഏരിയ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഏരിയ ഓഫ്. ഏതാണ് ആൻസർ വരിക? നൺ ഓഫ് ദീസ് ഇൻക്ലൂഡ് ആണല്ലോ. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ.
ദെൻ 53 നോ റിഡക്ഷൻ ആർ മെയ്ഡ് ഫോർ ഓപ്പണിംഗ് ഈച്ച് അപ് ടു ഡേഷ് സ്ക്വയർ മീറ്റർ ഇൻ മാസൺ വർക്ക്. ഏതാണ്? 1 സ്ക്വയർ മീറ്റർ ആണ്. 1 സ്ക്വയർ മീറ്റർ ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. ദെൻ 54 ചോദ്യം യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് DPC ഏതാണ്? ഓപ്ഷൻ എ ആണ്, മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ ആണ്. ദെൻ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഫോർ പെയിൻറ്റിംഗ് ഓൺ കൊറുഗേറ്റഡ് ഷീറ്റ് സർഫേസീസ് ഏതാണ്? മൾട്ടിപ്ലൈയിങ് ഫാക്ടർ വരുന്നത് 1.14 ആണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ചെയ്യാനാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. 1, 2, 3 കറക്റ്റാണ്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ 57 ചോദ്യവും പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ചെയ്യാനാണ് അവിടെയും ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1, 2, 3 കറക്റ്റാണ്. ഓക്കെ. ദെൻ 58 ഇൻ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ദ എക്സസ് എമൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ്. ഓക്കെ, ഷുഡ് നോട്ട് എക്സീഡ് എന്നാണ്. ഇവിടെ കൺഫ്യൂഷൻ വരാം. ഓപ്ഷൻ സിയും ബിയും കൺഫ്യൂഷൻ വരാം. പക്ഷേ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 5% ഓഫ് ഒറിജിനൽ എസ്റ്റിമേറ്റ് ആണ് അവിടെ. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ 59 ചോദ്യം ദ നെറ്റ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഇയർലി റിപ്പയർ ഫ്രം ദ ഗ്രോസ് ഇൻകം ഈസ് കോൾഡ്. ഏതാണ് ആൻസർ വരിക? നമുക്കറിയാം റേറ്റബിൾ വാല്യൂ ആണല്ലോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 10% ആണ്. 10% ആണ്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ. ദെൻ 61 ചോദ്യം ഇൻ ഇറിഗേഷൻ ഡിസൈൻ ഹൗ ഡസ് എ ലോങ് നാരോ കാച്ച്മെൻറ്റ് ഷേപ്പ് എഫക്റ്റ് ദ പീക്ക് റൺ ഓഫ് റേറ്റ് കമ്പയർഡ് ടു എ കോമ്പാക്ട് ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെൻറ്റ് ഓഫ് ദ ഐഡൻറ്റിക്കൽ ടോട്ടൽ ഏരിയ? ഓക്കെ, അവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ദ ലോങ് കാച്ച്മെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് എ ലോവർ പീക്ക് റൺ ഓഫ് റേറ്റ് ബിക്കോസ് ദ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഈസ് ലോങ്ങർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 62 വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഓഫ് ദ റിം ഓഫ് എ സ്റ്റാൻഡേർഡ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് എബോവ് ദ സറൗണ്ടിങ് ഗ്രൗണ്ട് ലെവൽ ടു മിനിമൈസ് വാട്ടർ സ്പ്ലാഷിംഗ്? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. 30 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Then 63 during the which month does the typically sowing and harvesting cycle of Kharif crop? Kharif crop ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ജൂണിൽ സോൺ ചെയ്യും, അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഹാർവെസ്റ്റ് ചെയ്യും. ഓക്കെ. ദെൻ 64 ചോദ്യം വിച്ച് സ്പെസിഫിക് മെത്തേഡ് ഓഫ് സർഫേസ് ഇറിഗേഷൻ ഈസ് മോസ്റ്റ് ഹൈഡ്രോളിക്കലി സ്യൂട്ടഡ് ഫോർ ഓർക്കിഡ് ട്രീസ് വിച്ച് വാട്ടർ ഈസ് കൺവേഡ് ത്രൂ സ്മാൾ റിംഗ് ഓർ റെക്ടാങ്കുലർ ചാനൽസ് കൺസ്ട്രക്റ്റഡ് അറൗണ്ട് ദ ബേസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ട്രീ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ബേസിൻ ഓർ റിംഗ് ഇറിഗേഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ. ദെൻ 65 എ ക്രോപ്പ് റിക്വയർ എ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ 120 സെൻറ്റിമീറ്റർ ഓവർ എ ബേസ് പീരീഡ് ഓഫ് 120 days. വാട്ട് ഈസ് ദ ഡ്യൂട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസറും നമുക്ക് അവിടെ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് ചെയ്യാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 864 ഹെക്ടർ പെർ ക്യൂമിക് ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ 66 ചോദ്യം വിച്ച് സ്ട്രക്ചറൽ കമ്പണൻറ്റ് ഓഫ് എ ഡൈവേർഷൻ ഹെഡ് വർക്ക് ഈസ് ബിൽറ്റ് പെർപെൻഡിക്കുലർ ടു ദ വിയർ ആക്സിസ് ടു ഐസൊലേറ്റ് എ പോക്കറ്റ് ഓഫ് കാം വാട്ടർ ആൻഡ് റെഡ്യൂസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ എൻറ്ററിങ് ദ കനാൽ ഹെഡ് റെഗുലേറ്റർ? ഏതാണ് ആൻസർ വരിക? ഡിവൈഡ് വാളാണ്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ വരിക. ദെൻ 67 ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് എർത്ത് ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ പ്ലേസിംഗ് എ ഹൈലി ഇംപെർവിയസ് സെൻട്രൽ കോർ ടിപ്പിക്കലി മെയ്ഡ് ഓഫ് വെൽ കോമ്പാക്റ്റഡ് ക്ലേ എന്ന് പറയുന്നുണ്ട്. ഫ്ലാങ്ക്ഡ് ഓൺ ബോത്ത് സൈഡ് ബൈ റിലേറ്റീവ്ലി? ഏതാണ് ആൻസർ വരിക? സോണ്ട് എംബാക്ക്മെൻറ്റ് എർത്ത് ഡാമാണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 68 ചോദ്യം ഇഫ് എ ഗ്രാവിറ്റി ഡാം ഫെയിൽ ബൈ റൊട്ടേറ്റിംഗ് ആൻഡ് ടിൽറ്റിംഗ് ഫോർവേഡ് അറൗണ്ട് ഇറ്റ്സ് ലോവർ ഡൗൺ സ്ട്രീം എഡ്ജ് വാട്ട് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഫെയിലുവർ ആണ് അവിടെ നടക്കുന്നത്? ആൻസർ ഓവർ ടേണിംഗ് ആണ്. ഓവർ ടേണിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 69 ചോദ്യം നോക്കാം വിച്ച് ടൈപ്പ് ഓഫ് കനാൽ ഈസ് ഡിസൈൻഡ് ടു ക്യാരി വാട്ടർ ഡയറക്ട്ലി ഫ്രം എ മെയിൻ റിവർ ഓർ എ റിസർവ്? അവിടെ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഫീഡർ കനാൽ അല്ലേ? ഫീഡർ കനാൽ. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ 70 ചോദ്യം അറ്റ് എ സ്പെസിഫിക് ഇൻ്റർസെക്ഷൻ പോയിന്റ് എ നാച്ചുറൽ സ്ട്രീം ഹാസ് എ ബെഡ് ലെവൽ ഓഫ് 310 meter ആൻഡ് എ ഹൈ ഫ്ലഡ് ലെവൽ 314 meter. The Gross Canal has bed level 306.50 meter and a full supply level 309. Which structure is required എന്നാണല്ലേ പറയുന്നത്. നമുക്കത്
ജസ്റ്റ് ആ ഒരു വാല്യൂസൊക്കെ എഴുതി നോക്കിയാൽ തന്നെ കിട്ടും. ആൻസർ വരുന്നത് സൂപ്പർ പാസേജ്, ഓപ്ഷൻ ബി സൂപ്പർ പാസേജ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 71ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആണ് പറയുന്നത്. ഏതാണ് വരിക? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അവിടെ കറക്റ്റ്, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ സം ഓഫ് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്നാണ് പറയുന്നത്. സോ അത് തെറ്റാണ്. ഓപ്ഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, then 72, if a porosity of a soil sample is found to be 50%, what will be its void ratio? ഏതാണ് ആൻസർ വരിക? സിമ്പിളാണ്, ഓപ്ഷൻ സി ആണ്, 1 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 73ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് വേരിയസ് കൺസിസ്റ്റൻസി ലിമിറ്റ് ഓഫ് സോയിൽ? ഓക്കെ, ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ദ മിനിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ റിമൈൻസ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ആ ഒരു ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ 74, ദ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് ബിറ്റ്വീൻ 0.4 to 5 mm to 2 mm. ദെൻ ദ സോയിൽ സാമ്പിൾസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മീഡിയം സാൻഡ് ആണ്, അല്ലെ മീഡിയം സാൻഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 75ാമത്തെ ചോദ്യം, the water held by electrochemical force existing on soil surface is known as ഏതാണ്? അഡ്സോർബ്ഡ് വാട്ടർ ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 76ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഓഫ് എ സോയിൽ സാമ്പിൾ 6 cm in height and 50 cm² in cross sectional area if a quantity of water equal to 400 cm³ in 10 minutes under the effective constant head 40 cm എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആൻസർ ഏതാണ് വരിക? 1/500 ആണ്, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 77ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് പ്രോക്ടർ കോമ്പാക്ഷൻ ടെസ്റ്റ്? കറക്റ്റ് ആണ്. ആൻസർ ഏതാ വരിക? രണ്ടാമത്തേതാണ്, ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റായിട്ട് വരുന്നത്. ദെൻ 78, വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ് യൂസസ് ഇലക്ട്രോഡ് ടു കണ്ടക്ട് സോയിൽ എക്സ്പ്ലോറേഷൻ? ഏതാണ് വരിക? ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡാണല്ലോ, ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 80% ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ നിങ്ങളതിനെ നിങ്ങളുടെ ആ ഒരു എക്സാമിനെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുടെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് വെച്ച് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 79ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്? നോട്ട് എ ലിമിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്ടാ? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 80ാമത്തെ ചോദ്യം, ദ പൈൽസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ആങ്കർ സ്ട്രക്ചർ സബ്ജക്റ്റ് ടു അപ്ലിഫ്റ്റ് ആർ? ഏതാണ്? ടെൻഷൻ പൈലാണല്ലേ, ടെൻഷൻ പൈലാണ്, ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. ദെൻ 81ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ലാഗ് ഡിസ്റ്റൻസ് ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് 60 km/h ഫോർ എ 2-way ട്രാഫിക് ഓൺ എ 2-lane റോഡ്, ടേക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആസ് 0.36 എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ഏതാ വരിക? 41.68 മീറ്റർ ആണ്, ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട്. ഓക്കെ, ദെൻ 82ാമത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് മൂവിങ് ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ ഓൺ എ ഗിവൺ ലൈൻ ഓർ റോഡ്വേ ദാറ്റ് പാസ് എ ഗിവൺ പോയിന്റ് ഓർ ക്രോസ് സെക്ഷൻ ഡ്യൂറിങ് സ്പെസിഫൈഡ് യൂണിറ്റ് ഓഫ് ടൈം ഈസ് നോൺ? ഏതാണ് വരിക? ട്രാഫിക് വോളിയം ആണല്ലോ. സ്പെസിഫിക് യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ട്രാഫിക് വോളിയം ആണ് ആൻസർ. ദെൻ 83ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ എക്സ്ട്രാ വൈഡനിങ് റിക്വയർഡ് ഫോർ എ പേയ്മെൻറ്റ് ഓഫ് വിഡ്ത്ത് 7 meter ഓൺ എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 100 meter ഇഫ് ദ ലോങ്ങസ്റ്റ് വീൽ ബേസ് ഓഫ് വെഹിക്കിൾ എക്സ്പെക്റ്റഡ് ഓൺ ദ റോഡ് ഈസ് 7 meter, ഡിസൈൻ സ്പീഡ് ഈസ് 70 km/h എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻസർ ഏതാ വരിക? 1.23 ആണല്ലോ, ഡയറക്റ്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 1.23 ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 84ാമത്തേതാണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ആൻസർ വരിക? ആൻസർ വരിക ഏതാണ്? അവിടെ ഓപ്ഷൻ എ ആണല്ലേ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ്. ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ്, ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇൻ ഇന്ത്യ ഗേജ് വിഡ്ത്ത് ഓഫ് റോഡ് ഗേജ് ഏതാണ്? 1.676 ആണ്, ഓപ്ഷൻ എ ആണ് അവിടുത്തെയും ആൻസർ. ദെൻ 86, ഇൻ ആഡ്സിങ് ഓഫ് സ്ലീപ്പർ ആർ ലെയ്ഡ് അറ്റ് ആൻ ഇൻവാർഡ് സ്ലോപ്പ് എത്രയാണ് വരുന്നത്? സ്ലോപ്പ് 1/20 ആണ്, 1/20 ആണ്, ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ. 87, വിച്ച് ഓഫ് ദ ഫോളോവിങ് കമ്പോണൻസ് പ്രൊവൈഡ് ആക്സസ് ഫ്രം റൺവേ ടു ടെർമിനൽ ഏരിയ ഇൻ ആൻ എയർപോർട്ട്? ഏതാണ്? ടാക്സി വേ ആണല്ലേ, ടാക്സി വേ ആണ്, ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. ദെൻ 88ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടണൽ ക്രോസ് സെക്ഷൻ ഷേപ്പ് ഈസ് മോസ്റ്റ് സൂറ്റബിൾ ഫോർ ഹൈവേ ആൻഡ് റെയിൽവേ? ഏതാണ്? ഹോഴ്ഷൂ ഷേപ്പ്ഡ് ആണല്ലേ, ഹോഴ്ഷൂ ഷേപ്പ്ഡ് ആണ്, ഓപ്ഷൻ ഡി ആണ്. 89ാമത്തെ ചോദ്യം, ട്രെയിൻസ് ആർ
റിസീവ്ഡ് സോർട്ടഡ് ആൻഡ് ന്യൂ ട്രെയിൻസ് ആർ ഫോംഡ് എ യാർഡ്. ഏതാണ് ആൻസർ വരിക? മാർഷലിംഗ് യാർഡാണ്. ഓപ്ഷൻ സി മാർഷലിംഗ് യാർഡാണ് അവിടുത്തെ ആൻസർ. ദെൻ 90ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എബൌട്ട് വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡാണല്ലേ. അവിടെ ആൻസർ ഏതാ വരിക? നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റ് പറയാനാണ്. രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ 91ാമത്തെ ചോദ്യം, ദ മെത്തേഡ് ഓഫ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ദാറ്റ് അസ്യൂംസ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ പെർ ഡീക്കേഡ് ആസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഏതാണ് വരിക? നമുക്ക് ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡാണ്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 92, പ്ലെയിൻ സെഡിമെൻറ്റേഷൻ റിമൂവ് ഇമ്പ്യൂരിറ്റീസ് പ്രൈമർലി ബൈ. ഏതാണ് ആൻസർ വരിക? ഗ്രാവിറ്റി സെറ്റിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. 93, ദ വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ ലേ ഔട്ട് വിച്ച് പ്രൊവൈഡ് ദ ലീസ്റ്റ് റിലയബിലിറ്റി ഡ്യൂറിങ് ഫയർ ബ്രേക്ക് ഔട്ട്. ഏതാണ് ആൻസർ വരിക? ട്രീ സിസ്റ്റം അല്ല, ട്രീ സിസ്റ്റമാണ്. ഓപ്ഷൻ എ ആണ്. ദെൻ 94, ദ കൊറോസീവ് നേച്ചർ ഓഫ് വാട്ടർ ഇൻ സപ്ലൈ പൈപ്പ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. ഏതാണ്? ആഡിങ് ലൈം ഓർ പൗഡേർഡ് ചാൾക്കാണല്ലോ. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ 95ാമത്തെ ചോദ്യം, ദ മെത്തേഡ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വിച്ച് ദ ട്രീറ്റഡ് വാട്ടർ ഈസ് ഡയറക്ട്ലി പമ്പ്ഡ് ഇൻ ടു ഡിസ്ട്രിബ്യൂഷൻ മെയിൻസ് വിത്തൗട്ട് സ്റ്റോറിങ് ഇൻ എനിവെയർ ഈസ് കോൾഡ്. ഏതാണ്? പമ്പിംഗ് സിസ്റ്റം ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ്. അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. ദെൻ 96ാമത്തെ ചോദ്യം, ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് എഗ് ഷേപ്ഡ് സിവർ സെക്ഷൻ കമ്പയർഡ് ടു ഹൈഡ്രോളിക്കലി ഇക്വാലൻറ്റ് സർക്കുലാർ സിവർ സെക്ഷൻ ഈസ്. ഏതാണ് ആൻസർ വരിക? ഹയർ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 97ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എബൌട്ട് സെപ്പറേറ്റ് സിവറേജ് സിസ്റ്റം. ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി സെപ്പറേറ്റ് സിവറേജ് സിസ്റ്റം ലീഡ്സ് ടു ലെസർ ലോഡ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് കമ്പയർഡ് ടു എ കമ്പൈൻഡ് സിസ്റ്റം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 98ാമത്തെ ചോദ്യം, ഇൻ ഗ്രിറ്റ് ചാമ്പർ ദ ഫ്ലോ വെലോസിറ്റി ഈസ് കൺട്രോൾഡ് ടു. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അലോ ഗ്രിറ്റ് ടു സെറ്റിൽ വൈൽ കീപ്പിംഗ് ഓർഗാനിക് മാറ്റർ ഇൻ സസ്പെൻഷൻ. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ. ദെൻ 99ാമത്തെ ചോദ്യം, എ ഫ്ലഷിംഗ് ടാങ്ക് ഇൻ എ സിവറേജ് സിസ്റ്റം ഈസ് മെയിൻലി യൂസ്ഡ് വെയർ. എവിടെയാണ്? സെൽഫ് ക്ലീനിങ് വെലോസിറ്റി ഈസ് നോട്ട് അച്ചീവ്ഡ് ആണല്ലോ. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മേജർ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് സ്ലഡ്ജ് ഡൈജക്ഷൻ വിച്ച് കംപ്രസസ് 65 to 70% ഓഫ് സ്ലഡ്ജ് ഡൈജക്ഷൻ ഗ്യാസ്. ഏതാണ്? മീഥേൻ ആണ്. മീഥേൻ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും കുറേ നമുക്കിപ്പം ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കുറേ നമ്മൾ വായിച്ചെടുക്കേണ്ട കുറേ വലിയ ഓപ്ഷൻസും അതുപോലെ തന്നെ ഇൻകറക്റ്റ് കറക്റ്റ് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടതും അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂസിങ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. എന്നാലും അത്യാവശ്യം ഈസി എന്ന് പറയാനുമില്ല, ഒരു ടഫ് എന്ന് പറയാനും ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ചിലർക്ക് നല്ല ഈസി ആയിട്ട് തോന്നിയേക്കാം. ഓക്കെ, അപ്പോൾ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിൽ കിട്ടാത്തവർ ഡള്ളടിച്ചൊന്നും ഇരിക്കരുത്, നിങ്ങൾ ഡൗണായി പോകരുത്. നമുക്ക് ഇനിയും ജൂലൈയിൽ സെക്കൻഡ് ഗ്രേഡും അതുപോലെ തേർഡ് ഗ്രേഡ് എക്സാം വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് മന്ത് എല്ലാം എക്സാം ഉണ്ടല്ലേ. ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ വരെയുള്ള എക്സാം കലണ്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എക്സാം ഡേറ്റ് എല്ലാം അവൈലബിൾ ആണ്, സിലബസും എല്ലാം അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഏതാണ് ജൂലൈ അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ നടക്കുന്ന എക്സാമിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനി പഠിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് ആ ഒരു എക്സാമുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് തുടങ്ങിയാൽ ഇനി മുതൽ പഠിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യുക? പഠിക്കുക. അതുപോലെ നമുക്കിനി അടുത്ത് വരുന്ന നല്ലൊരു ചാൻസ് എന്ന് പറയുന്നത് ജൂലൈയിൽ നടക്കുന്ന സെക്കൻഡ് ഗ്രേഡ് അതുപോലെ തന്നെ തേർഡ് ഗ്രേഡ് എക്സാമുകളാണ്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേണൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമല്ലേ. നമുക്ക് ഇപ്പോൾ ഒരു കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ആ ഒരു പോർഷനിൽ നിന്നൊക്കെ തന്നെയാണ് വരുന്നതെങ്കിൽ കൂടിയും ഓപ്ഷൻസൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കുറച്ച് വലുതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് കറക്റ്റായിട്ട് എടുക്കാനുള്ള ആ ഒരു ഇത് പാടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.